ഓക്കെ, ഇക്വിനോക്സസ് ക്ലിയർ ആയെങ്കിൽ നമ്മൾ അടുത്ത അപ്പാരന്റ് മൂവ്മെന്റ് അപ്പാരന്റ് പൊസിഷൻ കാരണം ഉണ്ടാകുന്ന ഫിനോമിനൻ ആണ് സമ്മർ സോൾസ്റ്റൈസ്. സോ സമ്മർ സോൾസ്റ്റൈസ് എന്താന്ന് നോക്കാം. From 21 March onwards, the sun apparently shifts from the equator northwards and reaches vertically over the Tropic of Cancer on 21st June. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു മാർച്ച് 21 സോ ഈ വരച്ചിരിക്കുന്ന ഇമേജ് ഇത് മാർച്ച് 21 മാർച്ച് 21 എർത്തിന്റെ പൊസിഷൻ സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? ഇക്വേറ്ററിന് മുകളിലാണ്. ഇവിടെയാണ് സണ്ണിന്റെ പൊസിഷൻ. മാർച്ച് 21 കഴിയുമ്പോൾ എന്ത് ചെയ്യും? സണ്ണ് നോർത്തിലേക്ക് നീങ്ങും. സോ എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് സണ്ണിന്റെ പൊസിഷൻ എന്ത് ചെയ്യും? ഇങ്ങനെ മാറി 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 നമ്മളുടെ എന്താണ് ജൂൺ 21 ആകുമ്പോഴത്തേക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ മുകളിലാകും നമ്മളുടെ സണ്ണിന്റെ പൊസിഷൻ. സോ അതായത് നമ്മൾ പറഞ്ഞു ഇക്വിനോക്സ് മാർച്ച് 21 സെപ്റ്റംബർ 23 ആണ്. സോ ഈ മാർച്ച് 21 എവിടെയാണ് സണ്ണിന്റെ പൊസിഷൻ? ഇക്വേറ്ററിന്റെ നേരെ മുകളിൽ. ഈ മാർച്ച് 21 കഴിയുമ്പോൾ സണ്ണിന്റെ പൊസിഷൻ എന്ത് ചെയ്യും? നോർത്ത് വേർഡ്സ് മാറിക്കൊണ്ടിരിക്കും. അതായത് എർത്ത് ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. അപ്പൊ മാർച്ച് 21 ആയപ്പോൾ സണ്ണും ഇക്വേറ്ററും ഇങ്ങനെ നേരെ നേരെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ റിവോൾവ് ചെയ്ത് പോയി. ഇപ്പൊ എന്തായി? സണ്ണിന്റെ പൊസിഷൻ നോർത്തിലേക്ക് നീങ്ങി. അങ്ങനെ നോർത്തിലേക്ക് നീങ്ങി ജൂൺ 21 ആയിപ്പോ എന്തായി? സണ്ണിന്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ മുകളിലായി. ഓക്കെ, അതായത് മാർച്ച് 21 ഇക്വേറ്ററിന് തൊട്ട് മുകളിലായിരുന്നു. പിന്നെ നീങ്ങി ഇവിടെയായി അങ്ങനെ നീങ്ങി ജൂൺ 21 ആയപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ മുകളിലായി സണ്ണിന്റെ പൊസിഷൻ. സോ അപ്പോഴാണ് നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ദിസ് ഡേ ഇസ് നോൺ ആസ് എ സമ്മർ സോൾസ്റ്റൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അപ്പോഴാണ് നമ്മൾ സമ്മർ സീസൺ അനുഭവപ്പെടുന്നത്. സോ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മളുടെ എർത്തിന്റെ ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ നോർത്തിലുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്തിലുള്ളത് സദേൺ ഹെമിസ്ഫിയർ. സോ സണ്ണിന്റെ പൊസിഷൻ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ മുകളിലാണ് സണ്ണിന്റെ പൊസിഷൻ. സോ അപ്പൊ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സോൾസ്റ്റൈസ് ആണ് നമ്മൾ അനുഭവപ്പെടുന്നത്. On this day, the northern hemisphere experiences its longest day and shortest night. അതായത് ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ സണ്ണിന്റെ പൊസിഷൻ വരുന്ന ദിവസമാണ് സമ്മർ സോൾസ്റ്റൈസ്. സമ്മർ സോൾസ്റ്റൈസിന്റെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ, ദിവസത്തിലെ നീളം വളരെ കൂടുതലും ഷോർട്ടസ്റ്റ് നൈറ്റിന്റെ നീളം വളരെ കുറവായിരിക്കും. സോ അതാണ് സമ്മർ സോൾസ്റ്റൈസിന്റെ പ്രത്യേകത, ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. നോർത്തേൺ ഹെമിസ്ഫിയർ experiences spring from March 21 to June 21. അതായത് ഈ പീരീഡിൽ, അതായത് സണ്ണ് നേരെ മുകളിലാകുമ്പോൾ സെയിം ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലാകുമ്പോൾ എന്താണ്? ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റുമാണ്. ഇതിനിടയിൽ ഈ മാർച്ച് 21 ജൂൺ 21 ഇടയിലുള്ള ഈ പീരീഡില് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? സ്പ്രിംഗ് ആണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, സോ ജൂൺ 21 ആകുമ്പോൾ സമ്മർ ആവും, സമ്മർ സോൾസ്റ്റൈസ് ആകും. പക്ഷേ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഏത് പീരീഡ് ആണ്? ഏത് സീസൺ ആണ്? യെസ്, സ്പ്രിംഗ് ആണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണ് നമ്മൾ അനുഭവപ്പെടുന്നത്. സോ സ്പ്രിംഗ് ഇസ് ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം വിന്റർ ടു സമ്മർ. വിന്ററിൽ നിന്ന് മാർച്ച് 21 വരെ വിന്റർ ആയിരുന്നു. വിന്ററിൽ നിന്ന് സമ്മറിലേക്ക് ജൂൺ 21 ആയപ്പോൾ സമ്മർ സോൾസ്റ്റൈസ് ആയി. സോ സമ്മറിലേക്കുള്ള ആ ട്രാൻസിഷൻ പീരീഡ് അതിനെയാണ് നമ്മൾ സ്പ്രിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ സമ്മർ സോൾസ്റ്റൈസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മാർച്ച് 21 എന്താണ്? സണ്ണിന്റെ പൊസിഷൻ ഇക്വേറ്ററിന് വെർട്ടിക്കലി ഓവർ ആണ്. ഫ്രം മാർച്ച് 21 ഓൺവേർഡ്സ് സണ്ണിന്റെ പൊസിഷൻ ഇങ്ങനെ നോർത്തിലേക്ക് ഷിഫ്റ്റ് ആയി ജൂൺ 21 ആകും. അതായത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ 21 ആകുമ്പോൾ എന്ത് ചെയ്യും? സണ്ണിന്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ മുകളിൽ വെർട്ടിക്കലി ഓവർ ആയിട്ട് വരും. ആ ദിവസം ജൂൺ 21 നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. സമ്മർ സോൾസ്റ്റൈസിന്റെ പ്രത്യേകത എന്താ? ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ആണ് സമ്മർ സോൾസ്റ്റൈസിന്റെ പ്രത്യേകത. സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സോൾസ്റ്റൈസിന്റെ സമയത്ത് സമ്മർ ആയിരിക്കും. പക്ഷേ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള സമയത്ത്, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ ആ സമയങ്ങളിലൊക്കെ എന്തായിരുന്നു നോർത്തേൺ ഹെമിസ്ഫിയറിൽ? യെസ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. സോ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ?
വിന്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡിനെയാണ് നമ്മൾ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇക്വിനോക്സിന് ഇക്വേറ്ററിന് മുകളിലാണ് സണ്ണിന്റെ പൊസിഷൻ. സമ്മർ സോൾസ്റ്റൈസിന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലാണ് സണ്ണിന്റെ പൊസിഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, സമ്മർ സോൾസ്റ്റൈസ് ക്ലിയർ ആയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സണ്ണിന്റെ നെക്സ്റ്റ് അപ്പാരന്റ് പൊസിഷൻ ഏതാന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ ജൂൺ 21 നിൽക്കുന്നത്. ജൂൺ 21 എവിടെയാണ് സണ്ണിന്റെ പൊസിഷൻ? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിൽ. അങ്ങനെ ജൂൺ 21 കഴിയുമ്പോൾ എന്ത് ചെയ്യും? മാർച്ച് 21 കഴിയുമ്പോൾ സണ്ണ് നോർത്തിലേക്ക് പോയി. ജൂൺ 21 കഴിയുമ്പോൾ സണ്ണ് എന്ത് ചെയ്യും? പിന്നെയും സൗത്തിലേക്ക് വരും. അങ്ങനെ അതായത് മാർച്ച് 21 ഇക്വേറ്ററിന്റെ നേരെയായിരുന്നു, ഇക്വേറ്ററിന്റെ മുകളിലായിരുന്നു സണ്ണിന്റെ പൊസിഷൻ. ദെൻ അതിങ്ങനെ പോയി 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 ജൂൺ 21 ആയിപ്പോ എന്തായി? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലായി സണ്ണിന്റെ പൊസിഷൻ. ജൂൺ 21 ആയിപ്പോ. സോ ഇത് മാർച്ച് 21, ഇത് ജൂൺ 21. ജൂൺ 21 കഴിയുമ്പോൾ എന്ത് ചെയ്യും? സണ്ണ് വീണ്ടും താഴേക്ക്, അതായത് സൗത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ സെപ്റ്റംബർ 23 ആവുമ്പോൾ, സോ ജൂൺ 21 ആകുമ്പോഴത്തേക്കും സണ്ണ് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെ സെപ്റ്റംബർ 23 ആവുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഇക്വേറ്ററിന്റെ മുകളിൽ വരും. സോ നമ്മൾ പറഞ്ഞു ഇക്വിനോക്സ് ഇക്വേറ്ററിന്റെ മുകളിൽ വന്നത് 2 ദിവസമായിരുന്നു, മാർച്ച് 21 സെപ്റ്റംബർ 23. സോ എന്ത് ചെയ്യും? ആദ്യം മാർച്ച് 21 ഇക്വേറ്ററിന് മുകളിലായിരിക്കും, പിന്നെ സണ്ണ് നോർത്ത് മൂവ് ചെയ്തിട്ട് ജൂൺ 21 ആകുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലെത്തും. ജൂൺ 21 കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയങ്ങളിലാവുമ്പോഴത്തേക്കും പിന്നെയും സണ്ണിന്റെ പൊസിഷൻ താഴ്ന്നു വന്ന് സെപ്റ്റംബർ 23 ആവുമ്പോൾ വീണ്ടും ഇക്വേറ്ററിന്റെ നേരെ വരും. ഇത് സോ അപ്പൊ എന്ത് സംഭവിക്കും? സമ്മർ സീസൺ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഡ്യൂറിങ് ദിസ് പീരീഡ്. സോ ഈ പീരീഡിൽ എന്തായിരുന്നു? സ്പ്രിംഗ് ആയിരുന്നു നമ്മൾ അനുഭവപ്പെട്ടത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഈ പീരീഡിൽ എന്താണ്? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ എന്താണ് നമ്മൾ അനുഭവപ്പെടുന്നത്? സമ്മർ. ഓക്കെ, മനസ്സിലായോ? സോ ജൂൺ 21 സമ്മർ സോൾസ്റ്റൈസ്. സമ്മർ സോൾസ്റ്റൈസ് കഴിഞ്ഞ് ജൂൺ 21 കഴിയുമ്പോൾ സൺ എന്ത് ചെയ്യും? വീണ്ടും സൗത്ത് വേർഡ് ഷിഫ്റ്റ് നടത്തും. അങ്ങനെ സൗത്ത് വേർഡ് ഷിഫ്റ്റ് നടത്തി സെപ്റ്റംബർ 23 ആവുമ്പോൾ വീണ്ടും ഇക്വേറ്ററിന്റെ വെർട്ടിക്കലി മുകളിൽ വരും. സോ ആ ദിവസം എന്താണ്? വീണ്ടും നമ്മൾക്ക് ഇക്വിനോക്സ് ആണ്. സോ വീണ്ടും ഇക്വിനോക്സ് വരും. ജൂൺ 21 സെപ്റ്റംബർ 23 ഇടയിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണ് അനുഭവപ്പെടുന്നത്. ക്ലിയർ ആയോ? So the southward apparent movement of the sun begins from 21 June and again reaches vertically over the equator on 23rd September. Summer season is experienced in the northern hemisphere during this period. Okay, clear ആയോ? ഓക്കെ, എങ്കിൽ നമ്മൾ അടുത്ത അപ്പാരന്റ് പൊസിഷൻ ആണ് നോക്കാൻ പോകുന്നത്. സോ ഇപ്പൊ സൺ എവിടെയാണ് നിൽക്കുന്നത്? ഇക്വേറ്ററിന് മുകളിൽ. സെപ്റ്റംബർ 23 ആണ്. ഇപ്പോൾ നമ്മൾ ജൂൺ 21 സെപ്റ്റംബർ 23 എത്തി. സെപ്റ്റംബർ 23 എത്തിയപ്പോൾ ഇക്വേറ്ററിന്റെ നേരെ മുകളിലാണ് നമ്മളുടെ സണ്ണിന്റെ പൊസിഷൻ. ഇനി സെപ്റ്റംബർ 23 കഴിയുമ്പോൾ എന്ത് ചെയ്യും? The sun continues its southward apparent shift from the equator from 23rd September and reaches vertically above the Tropic of Capricorn on 22nd December. സോ ഇപ്പൊ സെപ്റ്റംബർ 23 നമ്മൾ ഇവിടെയാണ് നിൽക്കണേ. സെപ്റ്റംബർ 23 കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സണ്ണ് വീണ്ടും താഴത്തേക്ക് വരും. വീണ്ടും സൗത്ത് വേർഡ് ഷിഫ്റ്റ് നടത്തിയിട്ട് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലെത്തും. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലെത്തും. എന്ന്? ഡിസംബർ 22. മനസ്സിലായോ? സോ ഡിസംബർ 22 എവിടെയാ സണ്ണിന്റെ പൊസിഷൻ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ മുകളിൽ. സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് വിന്റർ സോൾസ്റ്റൈസ്. വിന്റർ സോൾസ്റ്റൈസിൽ സമ്മർ സദേൺ ഹെമിസ്ഫിയറിലാണ്. ഈ ഇമേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സദേൺ ഹെമിസ്ഫിയറിലാണ് സണ്ണിന്റെ പൊസിഷൻ. സോ ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യം ഇക്വേറ്ററിന് മുകളിൽ, മാർച്ച് 21 ഇക്വേറ്ററിന് മുകളിലാണ്, അപ്പോൾ ഇക്വിനോക്സ് ആണ്. ദെൻ മാർച്ച് 21 കഴിയുമ്പോഴത്തേക്കും സൺ നോർത്ത് വേർഡ് ഷിഫ്റ്റ് നടത്തിയിട്ട്
ജൂൺ 21 ആകുമ്പോഴത്തേക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ മുകളിൽ വരും. സോ ആ പീരീഡിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ എന്താണ്, സ്പ്രിംഗ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. സോ നമ്മൾ സ്പ്രിംഗ് ആണ്, സമ്മർ ആണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ സീസണിനെ പറ്റിയാണ് കേട്ടോ. സദേൺ ഹെമിസ്ഫിയർ അല്ല നമ്മൾ നോർമലി പറയുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ജൂൺ 21 ആയപ്പോഴത്തേക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലെത്തി. ജൂൺ 21 കഴിഞ്ഞപ്പോഴത്തേക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന സെപ്റ്റംബർ 23 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യും, വീണ്ടും ഇക്വേറ്ററിലെത്തി. സോ വീണ്ടും ഇക്വേറ്ററിലെത്തുമെന്നാണ് ഇക്വിനോക്സ്. സോ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ എന്താണ്, ആ പീരീഡിൽ നമ്മൾ സമ്മർ ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെ സെപ്റ്റംബർ 23 കഴിയുമ്പോൾ സണ്ണ് വീണ്ടും സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ സൗത്തിലേക്ക് ഷിഫ്റ്റ് ആയി ഡിസംബർ 22 ആവുമ്പോൾ എവിടെ വരും, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ മുകളിൽ വരും. ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും മാറിപ്പോരുത്, സൗത്തിലുള്ളതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സോ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ മുകളിൽ വരും. ഈ ദിവസത്തെയാണ് നമ്മൾ വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. The sun continues its southward apparent shift from the equator from 23rd September and reaches vertically above the Tropic of Capricorn on 22nd December. This day is known as winter solstice in the northern hemisphere. So winter solstice ന്റെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. On this day, the northern hemisphere experiences its shortest day and longest night. Summer solstice ന് നേരെ ഓപ്പോസിറ്റ് ആണ്. സമ്മർ സോൾസ്റ്റൈസ് എന്തായിരുന്നു, ലോങ്സ്റ്റ് ഡേ. സമ്മർ സോൾസ്റ്റൈസ് എന്നാ, സമ്മർ സോൾസ്റ്റൈസ് ജൂൺ 21 അന്ന് ലോങ്സ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റുമാണ്. പക്ഷേ ഡിസംബർ 22 വിന്റർ സോൾസ്റ്റൈസ്. വിന്റർ സോൾസ്റ്റൈസിന് എന്താണ്, ഷോർട്ടസ്റ്റ് ഡേയും ലോങ്സ്റ്റ് നൈറ്റ്. ഓക്കെ, സോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഏത് സീസൺ ആണ്, ഓട്ടം സീസൺ ആണ്. ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസിഷൻ ഫ്രം സമ്മർ ടു വിന്റർ. സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള ആ ട്രാൻസിഷൻ പീരീഡിനെയാണ് നമ്മൾ ഓട്ടം എന്ന് പറയുക. ഇലയൊക്കെ കൊഴിയുന്ന സമയത്താണ് ഓട്ടം സീസൺ വരിക. സോ നമ്മൾക്ക് ഇവിടെ അടയാളപ്പെടുത്താം, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഏതാ പീരീഡ് ആണ്, ഓട്ടം. ഓക്കെ, സോ ഇപ്പൊ സണ്ണ് എവിടെയാ, ഇപ്പൊ സണ്ണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് മുകളിലാണ്. ഇന്ന് ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലാണ് സണ്ണുള്ളത്. ഓക്കെ, ഇനി നമ്മൾക്ക് സണ്ണ് എങ്ങടാ പോകുന്നത് നോക്കാം. സോ ഇപ്പൊ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിൽ നിൽക്കാണ്. Then the northward apparent shift of the sun begins by 22nd December and again reaches vertically above the equator on 21st March. This period marks the winter season in the northern hemisphere. അതായത് നമ്മളുടെ സൺ ഇപ്പൊ എവിടെയായിരുന്നു, ഡിസംബർ 22 ആയിരുന്നു. ഡിസംബർ 22 സണ്ണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലായിരുന്നു. ദെൻ ഡിസംബർ 22 കഴിയുമ്പോൾ എന്ത് ചെയ്യും, സണ്ണ് വീണ്ടും നോർത്തിലേക്ക് പോയി വീണ്ടും ഇക്വേറ്ററിന്റെ മുകളിലെത്തും. 21 മാർച്ച്, നമ്മൾ ആദ്യം പറഞ്ഞ 21 മാർച്ച് വീണ്ടും വന്നു. 21 മാർച്ചിന് സണ്ണ് ഇക്വേറ്ററിലെത്തും. സോ ഈ പീരീഡിൽ എന്താണ്, നമുക്ക് ഈ പീരീഡിലാണ് നമ്മൾ വിന്റർ അനുഭവപ്പെടുന്നത്. ഡിസംബർ 22 ടു മാർച്ച് 21 ആണ് നമ്മൾക്ക് വിന്റർ. സോ ഈ ഫിഗറിൽ അടയാളപ്പെടുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? സോ അതായത് ഇപ്പൊ നമ്മളുടെ സണ്ണ് ഇവിടെയാണുള്ളത്. ഇതാണ് ഇപ്പൊ നമ്മളുടെ സണ്ണിന്റെ പൊസിഷൻ. സോ ഡിസംബർ 22 കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ സണ്ണ് വീണ്ടും നോർത്ത് പോയിട്ട് മാർച്ച് 21 ഇതാണ്. മാർച്ച് 21 ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇക്വേറ്ററിന്റെ നേരെ മുകളിൽ വരും. ഈ സമയത്ത് നമ്മൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്, വിന്റർ. ക്ലിയർ ആയോ? സോ ഇതാണ് എർത്തിന്റെ അപ്പാരന്റ് പൊസിഷൻസും അതുകൊണ്ട് ഉണ്ടാകുന്ന സീസൺസും ആണ് സമ്മർ, സ്പ്രിങ്, ഓട്ടം, വിന്റർ. സോ ആദ്യം നമ്മൾ പറഞ്ഞത് ഇക്വിനോക്സിനെ പറ്റിയാണ്. ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിന്റെ നേരെ മുകളിൽ സണ്ണിന്റെ പൊസിഷൻ വരുമ്പോൾ, അതായത് ഈ ഫിഗർ നോക്കിയാൽ കാണാം, ഇക്വേറ്ററിന്റെ നേരെ മുകളിൽ സണ്ണിന്റെ പൊസിഷൻ വരുമ്പോൾ സെയിം ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് സദേൺ ഹെമിസ്ഫിയറിലും നോർത്തേൺ ഹെമിസ്ഫിയറിലും വരും.
സെയിം എമൗണ്ട് ഓഫ് സൺഷൈൻ കാരണം. സോ അതിനെയാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഇക്വിനോക്സ് വരുന്ന 2 ദിവസങ്ങൾ ഏതൊക്കെയാണ്? സെപ്റ്റംബർ 23 മാർച്ച് 21. ഓക്കെ. ദെൻ മാർച്ച് 21 എവിടെയാ? ഇക്വേറ്ററിന് മുകളിലാണ് നമ്മൾ പറഞ്ഞു. ദെൻ മാർച്ച് 21 കഴിയുമ്പോൾ സണ്ണ് നോർത്തിലേക്ക് നീങ്ങി ജൂൺ 21 ആകുമ്പോൾ എന്ത് ചെയ്യും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ മുകളിലെത്തും. ആ ദിവസത്തെ ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ മുകളിൽ വരുന്ന ആ ദിവസത്തെയാണ് നമ്മൾ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ മാർച്ച് 21 ജൂൺ 21 ഇടയിൽ എന്താണ്? സ്പ്രിംഗ് ആണ് നമ്മൾക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. സോ സമ്മർ സോൾസ്റ്റൈസ് ജൂൺ 21 ആണ്. ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ ഇപ്പൊ സണ്ണ് നിൽക്കാണ്. ജൂൺ 21 കഴിയുമ്പോൾ എന്ത് ചെയ്യും? സണ്ണ് സൗത്തിലേക്ക് പോകും. അതായത് ആദ്യം നോർത്തിലേക്ക് പോയി പിന്നെ അതേപോലെ തിരിച്ച് സൗത്തിലേക്ക് വരും. അങ്ങനെ സണ്ണ് തിരിച്ച് സൗത്തിലേക്ക് വന്ന് സെപ്റ്റംബർ 23 ആവുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ഇക്വേറ്ററിന് മുകളിൽ വീണ്ടും വരും. സോ സെപ്റ്റംബർ 23 എന്താണ്? ഇക്വിനോക്സ് ആണ്. ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിന് മുകളിലാണ്. സോ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏത് പീരീഡ് ആണ്? സമ്മർ. സോ ആദ്യം സ്പ്രിംഗ് കഴിഞ്ഞു, പിന്നെ സമ്മർ കഴിഞ്ഞു. സമ്മർ കഴിഞ്ഞ് സെപ്റ്റംബർ 23 കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? സണ്ണ് വീണ്ടും സൗത്തിലേക്ക് വരും. അങ്ങനെ ഇക്വേറ്ററിൽ നിന്ന് സൗത്തിലേക്ക് വന്ന് ഡിസംബർ 22 ആവുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ മുകളിൽ വരും. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ മുകളിൽ വരും. സോ ആ പീരീഡിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏത് സീസൺ ആണ്? യെസ്, ഓട്ടം സീസൺ. ഇനി ഡിസംബർ 22 എവിടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിൽ. ഡിസംബർ 22 കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ സൺ നോർത്തിലേക്ക് പോകും. അങ്ങനെ പോയി മാർച്ച് 21 ആവുമ്പോൾ എന്ത് ചെയ്യും? ഇക്വേറ്ററിന് മുകളിൽ വീണ്ടും വരും. അന്ന് ഇക്വിനോക്സ് ആണ്. സോ ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള സമയത്താണ് നമ്മൾ വിന്റർ അനുഭവപ്പെടുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഫസ്റ്റ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് സ്പ്രിംഗ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അതെപ്പോഴാണ്? മാർച്ച് 21 ടു ജൂൺ 21. ദെൻ നമ്മൾക്ക് സമ്മർ ആണ് വരുന്നത്. സമ്മർ എന്നാണ്? ജൂൺ 21 ടു സെപ്റ്റംബർ 23. ദെൻ നമ്മൾക്ക് വരുന്നത് ഓട്ടം. ഓട്ടം സീസൺ എപ്പോഴാണ്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ദെൻ നമ്മൾക്ക് വരുന്നതാണ് വിന്റർ. വിന്റർ എപ്പോഴാ? ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ. അപ്പൊ വീണ്ടും നമ്മുടെ മാർച്ച് 21 വന്നു. പിന്നെ മാർച്ച് 21 ജൂൺ 21 വരെ സ്പ്രിങ്. പിന്നെ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ സീസൺസ് നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ. സോ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞു സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിന്റർ ഇങ്ങനെ നമ്മളുടെ സീസൺസ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതിനുള്ള കാരണം ഇപ്പൊ ക്ലിയർ ആയോ? മെയിൻ കാരണം എന്താണ്? എർത്തിലെ ടിൽറ്റ് കാരണം അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഉണ്ടാവും. സണ്ണിന്റെ പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ മാറി മാറി വരുന്നു. ഇപ്പൊ ഈ ഇമേജ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സണ്ണിന്റെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ ഇടയിൽ സണ്ണിന്റെ പൊസിഷൻ മാറി മാറി വരാണ്. അതാണ് നമ്മുടെ ഈ സീസൺസിന് കാരണമാകുന്നത്. സോ നമ്മൾ ഇക്വിനോക്സ് പറഞ്ഞു, സമ്മർ സോൾസ്റ്റൈസ് പറഞ്ഞു, വിന്റർ സോൾസ്റ്റൈസ് പറഞ്ഞു, ആൻഡ് അതിനിടയിൽ വരുന്ന ഓരോ പീരീഡ്സും പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ. സിമ്പിൾ അല്ലേ? പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾക്ക് ഇപ്പോ എവിടെ എത്തി? നമ്മൾ വീണ്ടും മാർച്ച് 21 എത്തിട്ടോ. സോ ഇതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ഓവറോൾ കണ്ടന്റ്. അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എവിടെയാണ്? ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക്. അപ്പൊ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണ്. ഇത് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. നോർത്തേൺ ഹെമിസ്ഫിയർ പഠിച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സദേൺ ഹെമിസ്ഫിയർ. സ്പ്രിംഗ് ആണെങ്കിൽ ഓട്ടം, സമ്മർ ആണെങ്കിൽ വിന്റർ. സ്പ്രിംഗ് ആണെങ്കിൽ ഓട്ടം, സമ്മർ ആണെങ്കിൽ വിന്റർ. അങ്ങനെ അപ്പൊ ഏതെങ്കിലും ഒരു നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയർ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും കേട്ടോ. സോ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയും അപ്പൊ സണ്ണിന്റെ പൊസിഷൻ അപ്പാരന്റ് മൂവ്മെന്റ് ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ്. ദെൻ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ഇക്വേറ്ററിലേക്ക്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ. ദെൻ സെപ്റ്റംബർ 23 ആയ
സെപ്റ്റംബർ 23rd ടു ഡിസംബർ 22nd. സെപ്റ്റംബർ 23rd ടു ഡിസംബർ 22nd എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സോ അപ്പൊ എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ, ഓട്ടമാണ്, ഓട്ടം. ദെൻ ഡിസംബർ 22nd ടു മാർച്ച് 21st, വീണ്ടും മാർച്ച് 21st എത്തി. അപ്പൊ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ഇക്വേറ്ററിലേക്കാണ് പൊസിഷൻ, അപ്പാരന്റ് മൂവ്മെന്റ്. ആൻഡ് അപ്പൊ നമ്മൾക്ക് അനുഭവപ്പെടുന്നത് വിന്ററിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്നത് വിന്റർ ആണ്. സോ ഈ ബോക്സ് പഠിച്ചു വെക്കാൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? സോ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ കാരണമാണ് നമ്മൾക്ക് സീസൺസ് ഒക്കർ ചെയ്യുന്നത്. അങ്ങനെ ഓരോ അപ്പാരന്റ് മൂവ്മെന്റും അത് കാരണം ഉണ്ടാകുന്ന ഓരോ സീസൺസും ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ടേമിലോട്ട് പോവാണ്. സോ ഇപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, ദെൻ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ആൻഡ് സീസൺസ്. നെക്സ്റ്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആണ് ഉത്തരായണം ആൻഡ് ദക്ഷിണായനം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആണ് ഉത്തരായണം ആൻഡ് ദക്ഷിണായനം. സോ ഉത്തരായണം ദക്ഷിണായനം സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉത്തരായണം ദക്ഷിണായനം സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. SSLC എക്സാമിന് എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിഫറൻഷിയേറ്റ് ഉത്തരായണം ആൻഡ് ദക്ഷിണായനം. സോ എക്സാമിന് SSLC എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഉത്തരായണം ആൻഡ് ദക്ഷിണായനം. സോ ഉത്തരായണം ആൻഡ് ദക്ഷിണായനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോളോയിങ് ദ വിന്റർ സോൾസ്റ്റൈസ്. സോ ഞാൻ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വന്ന വിന്റർ സോൾസ്റ്റൈസ് എന്നാണ്? ഡിസംബർ 22nd വിന്റർ സോൾസ്റ്റൈസ്. നമുക്ക് നോക്കിയാൽ അറിയാം. അവിടെ നമ്മുടെ വിന്റർ സോൾസ്റ്റൈസ് ഡിസംബർ 22nd നമ്മുടെ വിന്റർ സോൾസ്റ്റൈസ്. സോ ഫോളോയിങ് ദ വിന്റർ സോൾസ്റ്റൈസ്, അതായത് ഡിസംബർ 22nd കഴിയുമ്പോൾ ദ സൺ സെറ്റ്സ് ഇറ്റ്സ് നോർത്ത്വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ഇറ്റ് കൾമിനേറ്റ്സ് ഓൺ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓൺ ജൂൺ 21st. അതായത് നമ്മുടെ ഇമേജ് എവിടെ? ഇതാണ് പറയുന്നത്. സോ ഡിസംബർ 22nd ഫോളോയിങ് ഡിസംബർ 22nd, അതായത് വിന്റർ സോൾസ്റ്റൈസ് കഴിയുമ്പോൾ സണ്ണ് നോർത്ത്വേർഡ് ഷിഫ്റ്റ് പോയിട്ട് ജൂൺ 21st ആവുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന്, ഇതാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തും. സോ ഈ നോർത്ത്വേർഡ് മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്തരായണം. സോ ഈ ഇമേജിൽ ഞാൻ കാണിച്ചു തരാം. സോ നമ്മളുടെ ഡിസംബർ 22nd ഇവിടെയാണ് വിന്റർ സോൾസ്റ്റൈസ്. ഡിസംബർ 22nd സണ്ണിന്റെ പൊസിഷൻ ഇവിടെയാണ്. ജൂൺ 21st സണ്ണിന്റെ പൊസിഷൻ ഇവിടെയാണ്. സോ ഈ വിന്റർ സോൾസ്റ്റൈസ് കഴിഞ്ഞ ശേഷം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് സണ്ണ് നോർത്ത്വേർഡ് മൂവ്മെന്റ് നടത്തും. ഇതിനെയാണ് നമ്മൾ ഉത്തരായണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? So, following the winter solstice, the sun sets its northward apparent movement from Tropic of Capricorn and it culminates on Tropic of Cancer on 21st June. This northward apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is termed as Uttarayana. The duration of the day in northern hemisphere gradually increases during this period. അതായത് ഈ പീരീഡിൽ ഡേയുടെ ലെങ്ത് കൂടി വരും. അതായത് ഇവിടെ കുറവായിരിക്കും, അങ്ങനെ ഇവിടെ വന്ന് കൂടി ജൂൺ 22nd ആകുമ്പോഴത്തേക്കും ലോങ്സ്റ്റ് ഡേ അങ്ങനെ വരും. Okay, so following the winter solstice, the apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is termed as the northward apparent movement of the sun from Tropic of Cancer to Tropic of Capricorn to Tropic of Cancer is termed as Uttarayanam. ഓക്കെ, ഉത്തരായണം എന്താണെന്ന് മനസ്സിലായാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ മനസ്സിലായെങ്കിൽ ഉത്തരായണം ദക്ഷിണായണം പറയാൻ ഭയങ്കര സിമ്പിൾ ആണ്. സോ ഉത്തരായണം മനസ്സിലായെങ്കിൽ ദക്ഷിണായനം എന്താന്ന് നിങ്ങൾ പറ. യെസ്, ഉത്തരായണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദക്ഷിണായണം. അതായത് ജൂൺ 21st സമ്മർ സോൾസ്റ്റേസ് ജൂൺ 21st ജൂൺ 21st കഴിയുമ്പോൾ എന്ത് ചെയ്യും? സണ്ണ് സൗത്ത് വേർഡ് മൂവ്മെന്റ് നടത്തി ഡിസംബർ 22nd ആവുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തും. സോ ഈ സൗത്ത് വേർഡ്
ഈ ഉത്തരായണം എന്ന് പറഞ്ഞാൽ നോർത്ത് വേർഡ് ആണ്, ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ സൗത്ത് വേർഡ് ആണ്. സോ ഈ സൗത്ത് വേർഡ് മൂവ്മെന്റിനെയാണ് നമ്മൾ ദക്ഷിണായനം എന്ന് പറയുന്നത്. സോ സമ്മർ സോൾസ്റ്റേസ്, അതായത് ജൂൺ 21 നമ്മൾ സമ്മർ സോൾസ്റ്റേസ് കഴിഞ്ഞിട്ട് ഡിസംബർ 22 ആവുമ്പോൾ എന്ത് ചെയ്യും, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് സണ്ണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തും. ആ സൗത്ത് വേർഡ് മൂവ്മെന്റിനെയാണ്, സണ്ണിന്റെ സൗത്ത് വേർഡ് അപ്പാരന്റ് മൂവ്മെന്റിനെയാണ് നമ്മൾ ദക്ഷിണായനം എന്ന് പറയുന്നത്. സോ ഉത്തരായണം ദക്ഷിണായനം ക്ലിയർ ആയോ? ഉത്തരായണം എന്ന് പറയുന്നത് winter solstice. Following the winter solstice, the apparent movement of the northward apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is known as Uttarayanam. Dakshinayam എന്ന് പറഞ്ഞാൽ following summer solstice. The southward apparent movement of the sun from Tropic of Cancer to Tropic of Capricorn is termed as Dakshinayanam. Okay, this southward apparent movement of the sun from Tropic of Cancer to Tropic of Capricorn is termed as Dakshinayanam. So ഉത്തരായണം ദക്ഷിണായനം ക്ലിയർ ആയോ എല്ലാവർക്കും? സിമ്പിൾ അല്ലേ? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണും സീസൺസും മനസ്സിലായെങ്കിൽ എന്തായാലും ഉത്തരായണം ദക്ഷിണായനം എഴുതാവുന്നേ ഉള്ളൂ. സോ ഇത് എന്തായാലും പഠിച്ചു വെക്കാൻ, പഠിക്കാൻ സിമ്പിൾ ആണ്, അതേപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ എന്തായാലും ഉത്തരായണം ദക്ഷിണായനം എന്തായാലും പഠിക്കണം, അത് പഠിക്കാതെ എക്സാമിന് പോകരുത്. ഓക്കെ. When the sun is in the northern hemisphere in the polar regions, experience continuous daylight for 6 months. എന്താണ് നമ്മളിവിടെ പറഞ്ഞു, ഇത് എർത്ത്, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ. സണ്ണ് ഇവിടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും എടുക്കാവുന്ന സമയത്ത് എന്താണ് ഈ പോളാർ റീജിയൻ. നമ്മൾ പറഞ്ഞു പോളാർ റീജിയൻ എന്ന് ഞാൻ പറയുമ്പോൾ അത് എവിടുത്തെ പോളാർ റീജിയൻ ആണ്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എർത്തിന് 2 പോളാർ റീജിയൻസ് ഉണ്ട്. ഇത് രണ്ടും പോളാർ റീജിയൻസ് ആണ്. പക്ഷെ നമ്മൾ പോളാർ റീജിയൻസ് മാത്രം പറയുമ്പോൾ അത് എവിടുത്തെ പോളാർ റീജിയൻ ആണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലെ പോളാർ റീജിയൻ ആണ് നമ്മൾ പറയുന്നത്. സോ ഈ സണ്ണിന്റെ പൊസിഷൻ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലാകുന്ന സമയത്ത് ഈ പോളാർ റീജിയൻസിൽ സീവിയർ കോൾഡ് ആയിരിക്കും. എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ഡേ ലൈറ്റ്, കോൾഡ് അല്ല, കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അതായത് സണ്ണിന്റെ പൊസിഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാകുന്ന സമയത്ത് പോളാർ റീജിയൻസിൽ 6 മാസം കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ആയിരിക്കും. അതായത് എപ്പോഴും അവിടെ സൂര്യന്റെ വെളിച്ചമായിരിക്കും. ഇനി ഈ സണ്ണിന്റെ പൊസിഷൻ സദേൺ ഹെമിസ്ഫിയറിലാകുന്ന സമയത്ത് പോളാർ റീജിയൻസിൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് നൈറ്റ് ആയിരിക്കും ഫോർ 6 months, 6 മാസം കണ്ടിന്യൂസ് ആയിരിക്കും. സോ പോളാർ റീജിയൻസിൽ എപ്പോഴും എക്സ്ട്രീം ആണ്. സമ്മർ ആണെങ്കിൽ, അതായത് അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സണ്ണെങ്കിൽ കണ്ടിന്യൂസ് ഡേ ലൈറ്റ് 6 months കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ആയിരിക്കും. ദെൻ സണ്ണിന്റെ പൊസിഷൻ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ പോളാർ റീജിയനിൽ കണ്ടിന്യൂസ് നൈറ്റ് ആയിരിക്കും ഫോർ 6 months. ദിസ് റിലേഷൻ ഈസ് ഇൻവേഴ്സ് ഇൻ ദ സൗത്ത് പോൾ. ഇവിടെ ആണെങ്കിൽ ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇവിടെ കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ആണെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് നൈറ്റ് ആയിരിക്കും. അങ്ങനെ. ഓക്കെ. സോ നമ്മൾ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് പറഞ്ഞു, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ പറഞ്ഞു, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ആൻഡ് സീസൺസ് പറഞ്ഞു, ഉത്തരായണം ആൻഡ് ദക്ഷിണായനം പറഞ്ഞു. ഈ 4 ടേംസ് ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ.